നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമുണർത്തി ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. ലോകമെമ്പാടുമുള്ള ജനത ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി. പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ്. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളിയിൽ ഇരു സംസ്ഥാനങ്ങളും സംയുക്തമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിശോധന സംഘടിപ്പിച്ചു. പരിശോധന നടത്തിയത് കേരള പോലീസ്, എക്സൈസ്, തമിഴ്നാട് പോലീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ. തൊഴിൽ മേഖലയിലെ സ്തംഭനത്തെ തുടർന്ന് ബുദ്ധിമുട്ടിലായ സംസ്ഥാനത്തെ 5165 തൊഴിലാളികൾക്ക് 2000 രൂപ വീതം ഓണം ഉത്സവ ബത്ത നൽകാൻ സർക്കാർ ഉത്തരവായി. ഓണം ഉത്സവ ബത്ത അനുവദിച്ച് സർക്കാർ ഉത്തരവായത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെയും കയർ കശുവണ്ടി മേഖലയിലെ അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികളിലെയും പൂട്ടിയ ശേഷം 3 വർഷത്തിലധികം എസ്ഗ്രേഷ്യ ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾക്ക്. ഏക്കർ കണക്കിന് ഭൂമിയിലെ ഏലകൃഷി സമീപവാസികൾ കീടനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചതായി പരാതി. സമീപവാസികൾ കീടനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചത് പള്ളിവാസൽ പോതമേട് മുത്തുടി കോളനിയിലെ 77 വയസ്സുകാരി പുഷ്പകുമാരിയുടെ കൃഷിത്തോട്ടം. വിശദമായ വാർത്തകൾ. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമുണർത്തി ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ജനത ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ്. ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലമാണ് ക്രിസ്തുമസ്. മഞ്ഞിന്റെ കുളിര, നക്ഷത്രങ്ങളുടെ തിളക്കം, പുൽക്കൂടിന്റെ പുതുമ, പാതിരാ കുർബാനയുടെ പവിത്രത, പറഞ്ഞാലും തീരാത്ത വിശേഷണങ്ങളുമായി പടികടന്നെത്തിയിരിക്കുകയാണ് ക്രിസ്തുമസ് രാവുകൾ. ക്രിസ്തുമസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും കൂടി ആഘോഷമാണ്. മധുര സ്മരണകളും കേട്ടുകേൾവി കഥകളുമായി നമ്മളിലേക്ക് വന്നണയുകയാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അറിയിച്ചുകൊണ്ട് കേരളത്തിലെ ദേവാലയങ്ങളിലും പാതിരാ കുർബാനകൾ നടക്കും. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയുമാണ് ഓരോരുത്തരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ക്രിസ്തുമസ് മതേതര ആഘോഷമായാണ് നാടൊട്ടുക്കും ആഘോഷിക്കുക. കോവിഡ് മഹാമാരി വിട്ടകന്നിട്ടില്ലാത്ത ഇക്കാലത്ത് ജാഗ്രത കൈവിടാതെ ആഘോഷങ്ങളിൽ പങ്കാളികളാവുക എന്നതാണ് പ്രധാനം. ഈ ക്രിസ്തുമസും ശാന്തിയുടെയും സമാധാനത്തിന്റെയും നല്ല നാളുകൾ സമ്മാനിക്കട്ടെയെന്ന് പ്രതീക്ഷിക്കാം. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളിയിൽ ഇരു സംസ്ഥാനങ്ങളും സംയുക്തമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിശോധന സംഘടിപ്പിച്ചു. കേരള പോലീസ്, എക്സൈസ്, തമിഴ്നാട് പോലീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശോധന നടത്തിയത്. കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന വനപ്രദേശങ്ങൾ, വനപാതകൾ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മയക്കുമരുന്ന്, മദ്യം എന്നിവയുടെ കടത്തും ദുരുപയോഗവും വ്യാജവാറ്റ, ചാരായ നിർമ്മാണം എന്നിവ പരിശോധിക്കുന്നതിനും തടയുന്നതിനുമായാണ് തമിഴ്നാട് പോലീസ്, തേനി പ്രൊഹിബിഷൻ വിംഗ്, ഗൂഡല്ലൂർ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥർ, പീരുമേട് എക്സൈസ് ഓഫീസ് ജീവനക്കാർ, കുമളി എക്സൈസ് ചെക്ക് പോസ്റ്റ് ജീവനക്കാർ, കുമളി പോലീസ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പരിശോധന സംഘടിപ്പിച്ചത്. ആദ്യം കുമളി അതിർത്തി ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി. പരിശോധനയിൽ വഴിയാത്രികനായ യുവാവിൽ നിന്നും 2 പൊതി ഖഞ്ചാവ് പിടികൂടി. വണ്ടിപ്പെരിയാർ കീരിക്കര സ്വദേശി ധർമ്മനാണ് ഖഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായത്. തുടർന്ന് കാടിനോട് ചേർന്നുള്ള കുമളി 6 മൈൽ വലിയപാറ, പാണ്ടിക്കുഴി, അരുവിക്കുഴി തുടങ്ങിയ ഭാഗങ്ങളിലും പെട്രോളിംഗും പരിശോധനയും നടത്തിയതായി പീരുമേട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ പറഞ്ഞു. കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കുമളിയിലെ നമ്മുടെ ഈ വനമേഖലയിലെ തമിഴ്നാടിൻ്റെ പ്രൊവിഷൻ വിങ് ഉദ്യോഗസ്ഥരുമായും ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരുമായും സംയുക്തമായിട്ട് പരിശോധന നടത്തി വരുന്നു. വനമേഖലയിൽ അനധികൃതമായ വാറ്റോ മറ്റ് കഞ്ചാവ് പോലെയുള്ള കൃഷികളോ മറ്റോ നോക്കുന്നതിനായിട്ട് നടത്തുന്ന പ്രത്യേകമായ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. തമിഴ്നാട് പ്രൊവിഷൻ വിങ് CI സൂര്യ തിലറാണി മാഡം അവരുടെ ടീമുണ്ട്, ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്.
പീരുമേട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ, പ്രിവന്റീവ് ഓഫീസർ സതീഷ് കുമാർ ഡി, ഷിയാദ് എ, തമിഴ്നാട് പ്രൊഹിബിഷൻ വിംഗ് സർക്കിൾ ഇൻസ്പെക്ടർ സൂര്യ തിലകറാണി, സബ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ്, ഗാന്ധി ആളകർ രാജ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. തൊഴിൽ മേഖലയിലെ സ്തംഭനത്തെ തുടർന്ന് ബുദ്ധിമുട്ടിലായ സംസ്ഥാനത്തെ 5165 തൊഴിലാളികൾക്ക് 2000 രൂപ വീതം ഓണം ഉത്സവ ബത്ത നൽകാൻ സർക്കാർ ഉത്തരവായി. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെയും കയർ കശുവണ്ടി മേഖലയിലെ അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികളിലെയും പൂട്ടിയ ശേഷം 3 വർഷത്തിലധികം എസ് ഗ്രേഷ്യ ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾക്കാണ് ഓണം ഉത്സവ ബത്ത അനുവദിച്ച് സർക്കാർ ഉത്തരവായത്. ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് ലേബർ കമ്മീഷനായി വന്ന ഉദ്യോഗസ്ഥൻ വസ്തുത മനസ്സിലാക്കാതെ പ്രവർത്തിച്ചതിനാലാണ് ഉത്സവ ബത്ത വൈകാൻ കാരണമായതെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. പൂട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങളിലെ അടക്കമുള്ള തൊഴിലാളികൾക്ക് 2023-24 വർഷത്തെ ഓണത്തിന് ഉത്സവ ബത്ത നൽകാൻ 2.5 കോടി രൂപ സർക്കാർ നീക്കിവച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ഓണത്തിന് മുൻപ് പ്രഖ്യാപനമുണ്ടായെങ്കിലും ഉത്തരവായിരുന്നില്ല. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ 2268 തൊഴിലാളികൾക്കും കയർ കശുവണ്ടി സ്വകാര്യ മേഖലയിലെ 2897 തൊഴിലാളികൾക്കും പ്രയോജനം ചെയ്യുന്നതാണ് സർക്കാർ ഉത്തരവ്. ഓരോ തൊഴിലാളികൾക്കും 2000 രൂപ വീതം ഉത്സവ ബത്ത കിട്ടും. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിൽ 2268 തൊഴിലാളികളും കയർ കശുവണ്ടി സ്വകാര്യ മേഖലയിൽ 2897 തൊഴിലാളികളുമാണ് ദുരിതം അനുഭവിക്കുന്നത്. ആകെയുള്ള 5165 തൊഴിലാളികൾക്കായി 1,03,30,000 രൂപ അനുവദിച്ചാണ് സർക്കാർ ഉത്തരവായത്. ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് ലീവ് കമ്മീഷനായി ചുമതലയേറ്റ ഉദ്യോഗസ്ഥൻ വസ്തുതകൾ മനസ്സിലാക്കാതെ തൊഴിലാളികൾക്ക് ഉത്സവ ബത്ത നിഷേധിച്ചതാണ് തുക തൊഴിലാളികൾക്ക് ലഭ്യമാകാൻ താമസം നേരിട്ടതെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് ലേബർ കമ്മീഷനായി വന്ന പുതിയ ആൾ വസ്തുത മനസ്സിലാക്കാതെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഈ തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇക്കാര്യം AITUC CITU നേതാക്കളും ഞാനും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെയും തൊഴിൽ വകുപ്പ് മന്ത്രിയെയും കണ്ട് നിവേദനങ്ങൾ നൽകുകയും ആ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം നടന്ന ജനകീയ സദസ്സിലും പ്രശ്നം ഉയർന്നു വന്നതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എല്ലാ തൊഴിലാളികൾക്കും ക്രിസ്മസിനോടനുബന്ധിച്ച് 2000 രൂപ വീതം നൽകുവാൻ അറിയിപ്പ് നൽകിക്കഴിഞ്ഞു. പീരുമേട് താലൂക്കിലെ പീരുമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി എസ്റ്റേറ്റ്, MMJ പ്ലാന്റേഷന്റെ കോട്ടമല ബോണാമി എസ്റ്റേറ്റ്, തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് എസ്റ്റേറ്റ് എന്നിവയാണ് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്നത്. 2001 മുതൽ എല്ലാ വർഷവും കിട്ടിയിരുന്ന ഓണം ഉത്സവ ബത്തയ്ക്ക് ഈ വർഷമാണ് മുടക്കം സംഭവിച്ചത്. ഓണം ഉത്സവ ബത്ത ക്രിസ്തുമസിനെങ്കിലും ലഭിച്ചല്ലോ എന്ന ആശ്വാസത്തിലാണ് തൊഴിലാളികൾ. ഏക്കർ കണക്കിന് ഭൂമിയിലെ ഏലകൃഷി സമീപവാസികൾ കീടനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചതായി പരാതി. പള്ളിവാസൽ പോതമേട് മുത്തുടി കോളനിയിലെ 77 വയസ്സുകാരി പുഷ്പകുമാരിയുടെ കൃഷിത്തോട്ടമാണ് സമീപവാസികൾ നശിപ്പിച്ചത്. 45 വർഷമായി കൈവശമുള്ള പോതമേട് മുത്തുമുടിയിലെ ഭൂമി പുഷ്പകുമാരിയുടെ അവകാശത്തിലുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അയൽവാസി ഭൂമി തട്ടിയെടുക്കുന്നതിന് ശ്രമം ആരംഭിച്ചിരുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ ദിവസവും തർക്കങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് താലൂക്കിൽ പരാതി നൽകിയെങ്കിലും പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം വിളവെടുക്കാൻ പാകമായി നിന്ന ഏലച്ചെടികൾ അയൽവാസി കീടനാശിനി അടിച്ച് നശിപ്പിച്ചതെന്ന് 77-കാരിയായ പുഷ്പകുമാരി പറയുന്നു. 45 வருஷமா நான் முத்தமுடி பகுதியில் கிருஷி பண்ணிக்கிட்டு இருக்கேன். அந்த இடத்த இப்போ அவைச்சிக்கிட்டு இருக்காங்க. எங்கள் வீட்டுக்காரர் இறந்து போயிட்டாரு. எனக்கு யாரும் இல்லை, நானும் என் மகளும் மட்டும்தான் இருக்கோம். அதை அவன் எங்களை உபதரித்து எங்கள் மேலே எங்களுக்கு ரொம்ப இது கொடுக்கணும், தொல்லை கொடுத்துக்கிட்டு அந்த இடத்த கைப்பற்றதுக்கு இருக்கான். அதை நீங்கள் எங்களுக்கு கேட்டு கொடுக்கணும். ഭൂമി സംബന്ധിച്ച് തർക്കങ്ങൾ രൂക്ഷമായതോടെ അയൽവാസിയെ പുഷ്പകുമാരിയുടെ ഭൂമിയുള്ള ഭാഗത്തേക്ക് പോകുന്നത് പോലീസ് വിലക്കിയിരുന്നു. ഇത് മറികടന്നാണ് ഇയാൾ വീണ്ടും എത്തിയതെന്നാണ് ആരോപണം. പൂപ്പാറ ചൂണ്ടലിന് സമീപം വീട്ടമ്മയെ ഇടിച്ച ശേഷം നിർത്താതെ പോയ വാഹനം നാട്ടുകാരുടെ സഹായത്തോടെ ചിത്രപുരത്ത് നിന്ന് പോലീസ് കണ്ടെത്തി. വാഹനം ഓടിച്ചിരുന്ന ബംഗളൂരു സ്വദേശി ബിപ്ലവ് ബാനർജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. ശനിയാഴ്ച വൈകിട്ട് 4-നാണ് തൂണ്ടിമലയിലെ ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ചൂണ്ടൽ സ്വദേശിനി വിജയിയെ ബിപ്ലവ് ബാനർജി ഓടിച്ചിരുന്ന വാഹനം ഇടിച്ചു വീഴ്ത്തിയത്.
അപകടശേഷം ഇയാൾ വാഹനം നിർത്താതെ പോവുകയായിരുന്നു. സംഭവത്തിന് ശേഷം CCTV ക്യാമറകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് വാഹനം തിരിച്ചറിഞ്ഞിരുന്നു. ഈ വാഹനത്തിന്റെ ചിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നൽകിയതിനെ തുടർന്ന് ചിത്തിരപുരത്തെ സ്വകാര്യ റിസോർട്ടിന് സമീപം നാട്ടുകാരിൽ ചിലർ വാഹനം തിരിച്ചറിയുകയും പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. ശാന്തൻപാറ പോലീസ് സ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു. വാഹനം ഓടിച്ചിരുന്ന ബിപ്ലവ് ബാനർജിയെ അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കി. വിജയിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. രാജകുമാരിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. രാജകുമാരി കാക്കനാട്ട് ജെയിംസ് ജോസഫിനാണ് പരിക്കേറ്റത്. ഇയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജകുമാരി B ഡിവിഷനിൽ വെച്ചാണ് ജെയിംസിനെ തെരുവുനായ ആക്രമിച്ചത്. വലത് കാലിനാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ രാജകുമാരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ബോർവെൽ മോട്ടർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ B ഡിവിഷനിലേക്ക് പോയപ്പോൾ സ്കൂട്ടിയിലാണ് പോയത്. സ്കൂട്ടിയിൽ സ്പീഡ് കുറച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ആ പോയ സമയത്ത് സൈഡിൽ നിന്ന് ഒരു പട്ടി ഓടി വന്ന് എൻ്റെ കാലെ പിടിച്ച് കടിക്കുകയായിരുന്നു. ജീൻസ് ആയിരുന്നു ഇട്ടാകുന്നത്. ജീൻസ് ഇട്ട കാരണം മാത്രം ഒത്തിരി ആഴത്തിലേക്ക് മുറിവേറ്റില്ല. വണ്ടിയിൽ നിന്ന് വീഴാതെ ഞാൻ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി രാജകുമാരി ടൗണിൽ വെച്ച വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ 14-ന് ടൗണിൽ വെച്ച് വടക്കേച്ചാലിൽ ബെന്നിയെയും തെരുവുനായ ആക്രമിച്ചിരുന്നു. തെരുവുനായ്ക്കളെ പിടികൂടി ഷെൽട്ടറിൽ അടയ്ക്കുവാനുള്ള നടപടി സ്വീകരിച്ചതായും ഇതിനായി പരിശീലനം നേടിയ 2 പേരെ നിയമിച്ചതായും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പൊന്മുടി ജലാശയത്തിൽ കാണാതായ ഭിന്നശേഷിക്കാരനായുള്ള തെരച്ചിൽ തുടരുന്നു. മീൻ പിടിക്കാൻ പോയ ചേലച്ചുവട് ചിമ്മിനിക്കാട്ടിൽ ബിജുവിനായുള്ള തെരച്ചിലാണ് തുടരുന്നത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇയാളെ കാണാതായത്. വെള്ളിയാഴ്ച രാത്രി മീൻ പിടിക്കാൻ പോയ ബിജു തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ ജലാശയത്തിൽ കാണാതായ വിവരം പുറത്തറിയുന്നത്. ബിജു മീൻ പിടിക്കാൻ പോകാറുള്ള വള്ളം ജലാശയത്തിൽ കണ്ടെത്തി. രാജാക്കാട് പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സിലെ സ്കൂബ ടീം 2 ദിവസമായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. മീൻ പിടിക്കാൻ ബിജു തനിയെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ജലാശയത്തിന്റെ ഏത് ഭാഗത്താണ് അപകടം നടന്നത് എന്നതിനെപ്പറ്റി വിവരമില്ല. ഇത് തെരച്ചിൽ നടത്തുന്നതിനും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇയാളെ എങ്ങനെ മിസ്സായിരുന്നു, അല്ലെങ്കിൽ വള്ളം ഫ്ലോട്ട് ചെയ്തുകൊണ്ട് പിന്നെ ആളെ കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അറിയിച്ച് നമ്മൾ തെരച്ചിൽ നടത്തിയത്. അപ്പോൾ ആഴം കുറഞ്ഞ അയാൾ ഇറങ്ങാൻ സാധ്യതയുള്ള കടവിൽ നമ്മൾ സെർച്ച് ചെയ്തു. അവിടെ ഏകദേശം ഒരു 50 അടിയിലേറെ ആഴമുണ്ട്. പുഴയുടെ നടുഭാഗം ക്രോസ് ചെയ്താണ് ഇങ്ങോട്ട് കടന്നേക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് 100 അടിയിലധികം ആഴമുണ്ട്. ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തോളം ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെർച്ചിങ് എന്ന് പറയുന്നത് ഇത്രയും ദൂരം ഇത്ര ഡെപ്ത് ഉള്ളിടത്തുകൊണ്ട് സെർച്ചിങ് അത്ര എളുപ്പമല്ല. പെരുമ്പാവൂർ സ്കൂബ ടീമും നാട്ടുകാരും വൈകിയും ബിജുവിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. കോതമംഗലം സ്കൂബ ടീം ഉദ്യോഗസ്ഥരായ അനിൽകുമാർ, റഷീദ് TP, ഷാജി, ഷജാസ് എന്നിവരാണ് തിരച്ചിൽ നടത്തുന്നത്. വാഗമൺ ഹിൽസ് ഗാർഡനിൽ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നേതൃത്വത്തിൽ പരിസ്ഥിതി സൗഹൃദ പുഷ്പമേളയ്ക്ക് തുടക്കമായി. പീരുമേട് MLA വാഴൂർ സോമൻ പുഷ്പമേള ഉദ്ഘാടനം ചെയ്തു. ജനുവരി 7 വരെയാണ് വാഗമണിൽ മേള നടക്കുന്നത്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗവി ഡിവിഷൻ ഉൾപ്പെട്ട വാഗമൺ കോലാഹലമേട്ടിലെ ഹിൽസ് ഗാർഡനിൽ വെച്ചാണ് പുഷ്പമേള നടക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ പുഷ്പമേളയാണ് ഒരുക്കിയിരിക്കുന്നത്. പുഷ്പ ഫല സസ്യ പ്രദർശനവും വിൽപ്പനയും മേളയിൽ ഉണ്ടാകും. ജനുവരി 7 വരെയാണ് പുഷ്പമേള ഒരുക്കിയിരിക്കുന്നതെന്ന് KFDC ചെയർപേഴ്സൺ ലതിക സുഭാഷ് പറഞ്ഞു. KFDC തന്നെ ഇക്കോ ടൂറിസം ഒരു ഭാഗമാണ്. KFDCയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഇതാദ്യമായിട്ടാണ് ഈ ഡിസംബർ മാസത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് 23-ാം തീയതി തുടങ്ങി 2024 ജനുവരി 7-ാം തീയതി അവസാനിക്കുന്ന രീതിയിൽ നമ്മൾ ഇത്തരമൊരു ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. വാഗമണിനെ സംബന്ധിച്ചിടത്തോളം KFDCയുടെ ഏറ്റവും നല്ല ഒരു പ്രോപ്പർട്ടിയാണ് വാഗമൺ. 15 ഹെക്ടേഴ്സ്, അതായത് 37 ഏക്കർ സ്ഥലത്ത് 2-3 ചെറിയ കുന്നുകൾ, ഒരു ചെറിയ തടാകം ഉൾപ്പെടെ ബോട്ടിങ്ങിനുൾപ്പെടെയുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഓർക്കിഡേറി ഉണ്ടായിരുന്നു. ഓർക്കിഡിനപ്പുറത്തേക്ക് മറ്റുള്ള പുഷ്പങ്ങൾ കൂടെ ഇവിടെ ചെടികൾ നട്ടു വളർത്താമെന്ന് കണ്ടുകൊണ്ടാണ് വാഗമൺ ഹിൽസ് ഗാർഡൻസ് എന്ന പേരിൽ ഈ പ്രോജക്റ്റ് വിപുലപ്പെടുത്തിയിരിക്കുന്നത്. ഓർക്കിഡുകൾ, ആന്തൂറിയം ശേഖരം, സുഗന്ധദ്രവ്യങ്ങൾ, റോസ് ഗാർഡൻ, ജലസസ്യങ്ങൾ, മറയൂർ ചന്ദനത്തൈലം തുടങ്ങിയ വന ഉൽപ്പന്നങ്ങൾ മുതലായവയുടെ ലഘു മാതൃക പ്രദർശനങ്ങൾ, ബോൺസായി ചെടികൾ, ഔഷധ സസ്യങ്ങൾ, അലങ്കാര ചെടികൾ, ഫ്രൂട്ട് പ്ലാന്റ് തൈകൾ,
വിത്തുകൾ എന്നിവയും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ചിൽഡ്രൻസ് പാർക്ക്, ബോട്ടിംഗ്, കഫറ്റേരിയ, ട്രക്കിംഗ് എന്നിവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പുഷ്പമേളയുടെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. യോഗത്തിൽ KFDC ചെയർപേഴ്സൺ ലതിക സുഭാഷ് അധ്യക്ഷയായിരുന്നു. KFDC മാനേജിംഗ് ഡയറക്ടർ ജോർജി P. മാത്തച്ചൻ, IFS, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം സിനി വിനോദ്, KFDCയുടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെ പോലീസ് അന്യായമായി നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ അഗ്നി തെളിയിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് മാർച്ചിനു നേരെ പോലീസ് അന്യായമായി നടത്തിയ ലാത്തിചാർജിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വിവിധ മണ്ഡലം കമ്മിറ്റികളിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ അഗ്നി തെളിയിച്ചത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനെ ചോദ്യം ചെയ്ത് സമരം ചെയ്യുന്ന പ്രതിപക്ഷ ചുണക്കുട്ടന്മാരായ യൂത്ത് കോൺഗ്രസുകാരെയും KSCക്കാരെയും തെരുവിൽ തള്ളിയപ്പോൾ ആലപ്പുഴയിലും കോഴിക്കോട്ടുമൊക്കെ ഞങ്ങളുടെ വീരന്മാരെ പ്രവർത്തകരെ ചെടിച്ചട്ടിക്കുമൊക്കെ അടിച്ചപ്പോൾ കൊല്ലത്ത് ഞങ്ങളുടെ പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്റ്റാഫുകൾ തന്നെ ആക്രമിച്ചപ്പോൾ ഇവിടെ കോൺഗ്രസുകാർ കൈയും കെട്ടി നോക്കിക്കാതെ അവിടെ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ പിണറായി വിജയൻ പ്രതിഷേധ കൂട്ടായ്മയിൽ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ആർക്കെപ്പറമ്പിൽ, TS ഉദയകുമാർ, ബേബി അരീപ്പറമ്പിൽ, CM മാത്യു, ശിവകുമാർ, PJ ജോസഫ് എന്നിവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്തിന്റെ കീഴിൽ ഓരോ മാസവും നടത്തിവരാറുള്ള പ്രാർത്ഥനാ സംഗമ സദസ്സിന്റെ വാർഷികം നടന്നു. ഉടുമ്പൻചോല താലൂക്ക് ജമാഅത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് ഹാജി VM സാലിഹ് ഉദ്ഘാടനം നിർവഹിച്ചു. 3 ദിവസങ്ങളിലായാണ് സദസ്സ് നടക്കുന്നത്. 2 ദിവസത്തെ മതപ്രഭാഷണ സദസ്സും 1 ദിവസത്തെ പ്രാർത്ഥനാ സംഗമ സദസ്സുമാണ് നടക്കുന്നത്. ജമാഅത്ത് പ്രസിഡന്റ് KP ഹസൻ സാഹിബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന ദാറുസലാം ജമാഅത്ത് ഇമാം യൂസഫ് കൗസരി പ്രാർത്ഥന നിർവഹിക്കുകയും വെള്ളയാങ്കുടി ജമാഅത്ത് അസിസ്റ്റന്റ് ഇമാം അൻവർ ഹുസൈൻ മൗലവി ഖുർആൻ പാരായണം നടത്തുകയും ചെയ്തു. ഉടുമ്പൻചോല താലൂക്ക് ജമാഅത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് ഹാജി VM സാലിഹ് ഉദ്ഘാടനം നിർവഹിച്ചു. അത്രയും ശ്രേഷ്ഠമായ ഉമ്മത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ നബിമാർക്ക് കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളില്, തൗറാത്തില്, സബൂറില്, ഇഞ്ചിലില് മുതലായ നമ്മുടെ മുൻ ഗ്രന്ഥങ്ങളിലെല്ലാം നമ്മളെ പറ്റി പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തരവാദിത്വം നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ശരീഫില് കുന്തും ഖൈറ ഉമ്മത്തെന്നാണ് നമ്മളെ പരിചയപ്പെടുത്തിയത്. കാരണം നമ്മളെ ഏറ്റവും ശ്രേഷ്ഠമായ ഉമ്മത്താണ്. മുഴുവൻ ജനങ്ങൾക്ക് നന്മയായ കാര്യങ്ങൾ എത്തിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉത്തരവാദിത്വത്തിന്റെ പേരിലാണ് ഖുർആൻ ശരീഫിലെ നമ്മളെ എടുത്ത് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരവാദിത്വം നമ്മൾ പൂർത്തിയാക്കണം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 കാര്യങ്ങൾ. ഒന്ന്, പൂർണ്ണമായിട്ടും ദീനനുസരിച്ച് ജീവിക്കുക. പിന്നെ മുഴുവൻ മനുഷ്യരുടെയും ഹിദായത്തിന് വേണ്ടി, മുഴുവൻ ആളുകൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുക. ഇതാണ് നമ്മുടെ ക്വാളിറ്റി. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൾ അസീസ് നാലകത്ത്, വെള്ളയാങ്കുടി ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് റഫീഖ് അൽ കൗസരി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ അറബിക്കൽ ഉത്സവത്തിൽ പങ്കെടുത്ത സമ്മാനാർഹരായ മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. നബി പരമ്പരയിലെ കണ്ണിയായ സയ്യിദ് ഷെഫീഖ് തങ്ങൾ അൽ ഹൈദ്രോസി ദിക്ര മജ്ലിസിനും ദുആയ്ക്കും നേതൃത്വം നൽകി. ഡിസംബർ 25-ാം തീയതി തിങ്കളാഴ്ച കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക പ്രഭാഷകനും മതപണ്ഡിതനും തിരുവനന്തപുരം മണക്കാട് വലിയ പള്ളി ചീഫ് ഇമാമുമായ അൽ ഹാഫിൾ EP അബൂബക്കർ അൽ ഖാസിമി പ്രഭാഷണം നടത്തും. ഉപ്പുതറയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും വീട്ടുപകരണങ്ങൾ മോഷ്ടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാട്ടുതാവളം കാപ്പിപ്പാറ തേനമാക്കൽ ബിജു ജോസഫിനെയാണ് ഉപ്പുതറ പോലീസ് പിടികൂടിയത്. ഉപ്പുതറ വളകൂട് മാട്ടുത്താവളത്തെ ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നുമാണ് വീട്ടുപകരണങ്ങൾ മോഷണം പോയത്. സംഭവത്തിൽ മാട്ടുത്താവളം കാപ്പിപ്പാറ സ്വദേശി തേനമാക്കൽ ബിജു ജോസഫിനെയാണ് ഉപ്പുതറ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാചകവാതക സിലിണ്ടർ, തേപ്പുപെട്ടി, ഓട്ടുവിളക്ക്, അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയ വീട്ടുപകരണങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചത്. നാട്ടുകാർ നൽകിയ സൂചനയെ തുടർന്നാണ് ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നെടുങ്കണ്ടം കൃഷിഭവനിൽ കർഷക പെൻഷനായി അപേക്ഷ നൽകിയിരുന്ന കർഷകർക്ക് പെൻഷൻ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി അധികൃതർ. ഈ ആവശ്യം ഉന്നയിച്ച് നവകേരള സദസ്സ് നെടുങ്കണ്ടത്തെത്തിയപ്പോൾ നിവേദനം നൽകിയിരുന്നതായി എഴുകുംവയൽ നാട്ടുകൂട്ടം രക്ഷാധികാരി ജോണി പുതിയപറമ്പിൽ പറഞ്ഞു. പെൻഷൻ പാസ്സായി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ തുക നാളിതുവരെ ലഭിക്കാത്തതിൽ ഈ പ്രദേശത്തെ ആളുകൾ ദുഃഖിതരാണ്. ഇടത്തരം കർഷകരാണ് കൂടുതലും
കർഷക പെൻഷന് വേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്നത്. വാർദ്ധക്യകാല പെൻഷൻ അർഹതയില്ലാത്ത ആളുകളാണ് ഇങ്ങനെ കൃഷിഭവൻ മുഖേന കർഷക പെൻഷന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിൽപ്പെട്ട ഏതാണ്ട് 20ഓളം കർഷകരാണ് പെൻഷന് വേണ്ടി നിരവധി തവണ നെടുങ്കണ്ടം കൃഷിഭവൻ കയറിയിറങ്ങിയത്. ഇവരുടെ കർഷക പെൻഷൻ അടിയന്തരമായി ലഭിക്കുന്നതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകണം, അതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്രിസ്മസിന്റെ ഓർമ്മകൾ പങ്കുവച്ച് സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾ നടത്തിയ ക്രിസ്മസ് കരോൾ ശ്രദ്ധേയമായി. പൂർവ്വകാല കരോൾ സംഘത്തെ ഓർമ്മിപ്പിക്കുന്ന നക്ഷത്രവിളക്കും പെട്രോൾ മാക്സും കൊട്ടും പാട്ടുമെല്ലാം കൂടിയായപ്പോൾ വയോജനങ്ങൾക്കത് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഓർമ്മകളായി. താളമേളങ്ങളുടെ അകമ്പടിയിൽ പാടിയും ആടിയുമാണ് അവർ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചത്. സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കരോൾ നടന്നത്. 6 വയസ്സുകാരനായ പേരക്കുട്ടിയും 60 വയസ്സുകാരനായ മുത്തശ്ശനും ക്രിസ്തുമസ് അപ്പൂപ്പന്റെ വേഷമണിഞ്ഞ കരോൾ സംഘത്തിന്റെ ഗാനത്തിനൊപ്പം ചുവടുവെച്ചത് ആളുകൾക്ക് കൗതുകത്തോടെയാണ് നോക്കി നിൽക്കാനായത്. മാധ്യമപ്രവർത്തകരും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരും സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമെല്ലാം SCI തേക്കടി ലീജിയനിൽ അംഗങ്ങളായുണ്ട്. ജീവിത സായാഹ്നങ്ങളിൽ ഉണ്ടാകാറുള്ള ഒറ്റപ്പെടലിൽ നിന്ന് വയോജനങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയെന്നതും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമാണ് ലീജിയൻ ലക്ഷ്യമിടുന്നത്. സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയൻ ഈ വർഷം ക്രിസ്മസ് ഞങ്ങൾ സമ്പന്നമായിട്ട് ആഘോഷിക്കുകയാണ്. ഞങ്ങൾ എൽഡർ ബോയ്സാണ്. ഞങ്ങൾ ഈ കുമളി പ്രദേശത്ത് തേക്കടി പ്രദേശത്ത് ഞങ്ങൾ കരോളുമായിട്ട് ക്രിസ്മസ് സന്ദേശവും ന്യൂ ഇയർ സന്ദേശവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ലീജിയൻ പ്രസിഡന്റ് അജിമോൻ കെ വർഗീസ്, സെക്രട്ടറി ചെറിയാൻ വെൺമേലിൽ, ജോയി ഇരുമേട, TS ലാലു, രാജശേഖരൻ, ഡോക്ടർ ഹംസക്കോയ, ജോഷി ജോസഫ്, VD ചോയി, റൂയി പതിപ്പള്ളിൽ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ മാസം കുമളിയിൽ അഖില കേരള അടിസ്ഥാനത്തിൽ നടത്ത മത്സരം സംഘടിപ്പിച്ചും SCI തേക്കടി ലീജിയൻ ശ്രദ്ധ നേടിയിരുന്നു. മലയാളി ചിരി ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കാരുണ്യയാത്രയുടെ ഭാഗമായി പാലിയേറ്റീവ് രോഗികൾക്ക് കേക്കുകൾ എത്തിച്ചു നൽകി. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മലയാളി ചിരി ക്ലബിന്റെ സോഷ്യൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന കാരുണ്യയാത്രയുടെ ഭാഗമായിട്ടാണ് പാലിയേറ്റീവ് രോഗികൾക്ക് കേക്ക് വിതരണം ചെയ്തത്. കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സമൂഹത്തിന് എന്താണോ വേണ്ടത്, ഇപ്പോൾ വർഷത്തിൽ 3-4 പ്രാവശ്യം നിങ്ങൾ പകുതി മന്ദിരങ്ങളടക്കം ഈ പാലിയേറ്റീവ് കെയർ അടക്കം എല്ലായിടത്തും നിങ്ങൾ സഹായം, അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്. എന്താണോ നിങ്ങളുടെ സമൂഹം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാരും പറയാതെ തന്നെ നിങ്ങളുടെ ഈ മലയാളി ചിരി ക്ലബ്ബ് നിങ്ങൾ സമൂഹത്തിന് നൽകുന്നുണ്ട്. ചിരി ക്ലബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി ജോർജി മാത്യു, അശോക് ഇലവന്തിക്കൽ, മനോജ് വർക്കി, കുളക്കാട്ടുവേലി, ജോമോൻ പിടിപ്പാറ, പ്രിൻസ് മൂലേച്ചാലിൽ, ടിജിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്മസിനോടനുബന്ധിച്ച് NDA സംസ്ഥാന തലത്തിൽ നടത്തിവരുന്ന സ്നേഹയാത്ര കട്ടപ്പനയിലും തുടരുന്നു. ഡിസംബർ 21-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് സ്നേഹയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡിസംബർ 21-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് സ്നേഹയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആഘോഷ ഈ വേളയിൽ ഡിസംബർ 21 മുതൽ 31-ാം തീയതി വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് ക്രിസ്ത്യൻ ഭവനങ്ങളിലും അതുപോലെ തന്നെ പള്ളിയിലും അച്ഛന്മാരെയുമൊക്കെ സന്ദർശിച്ച് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം എത്തിക്കുകയാണ് BJP പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ ഭവനങ്ങൾ, ക്രൈസ്തവ പുരോഹിതന്മാർ എന്നിവരെ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്തുമസ് സന്ദേശം കൈമാറുകയും ക്രിസ്തുമസ് ആശംസകൾ നേരുകയും ചെയ്യുന്ന പരിപാടിയാണ് സ്നേഹയാത്ര. BJP ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് C. സന്തോഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, മണ്ഡലം പ്രസിഡന്റ് PN പ്രസാദ് എന്നിവർ കട്ടപ്പന വെട്ടിക്കുഴിക്കവല സെന്റ് പോൾ ആശ്രമത്തിൽ സുപ്പീരിയർ ഫാദർ KB പ്രതീഷിനെ സന്ദർശിച്ച് ക്രിസ്തുമസ് സന്ദേശം കൈമാറി. തുടർന്ന് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാന്റെ ഭവനത്തിലെത്തി NDA നേതാക്കൾ ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് നമ്പിക്കൈ ഫാമിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. 2012-ൽ പ്രവർത്തനം ആരംഭിച്ച നമ്പിക്കൈ ഫാം സേവന സഹായ പ്രവർത്തനങ്ങളിലൂടെയാണ് ജനങ്ങൾക്കിടയിലേക്ക് വന്നത്. ക്രിസ്തുമസ്, ഓണം തുടങ്ങിയ ഉത്സവ ദിനങ്ങൾ നാട്ടിലെ പാവങ്ങൾക്ക് കരുണയുടെ കൈത്താങ്ങാവുകയാണ് നമ്പിക്കൈ ഫാം. ചീന്തലാർ, ലോണ്ട്രി തുടങ്ങിയ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ ദുരിതം കണ്ടു മനസ്സിലാക്കിയാണ് ഇവർക്ക് സഹായം എത്തിച്ചത്.
ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യൽ പരിശീലനം പൂർത്തീകരിച്ച 50ഓളം സ്ത്രീകളുടെ ഗ്രാജുവേഷനും 7ഓളം പേർക്ക് സൗജന്യ തയ്യൽ മെഷീൻ വിതരണവും വിവിധയിടങ്ങളിൽ നിന്നുള്ള 150ഓളം വിധവകളായവർക്ക് വിവിധ സഹായങ്ങളും എത്തിച്ചു നൽകി. ക്രിസ്തുമസ് ആഘോഷം പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. വർക്ക് ചെയ്തിരുന്ന കാലം മുതലുള്ള ബന്ധമാണ് എനിക്കുള്ളത്. 40-45 വർഷത്തിൽ തീർച്ചയായും ഇങ്ങനെ ഈ പരിപാടി ഒരുക്കിയതിനുള്ള അതിയായ സന്തോഷം ഏവരുമായി പങ്കുവയ്ക്കുന്നു. നമ്പിക്കൈ ഫാം ചെയർമാൻ രൂപൻ ഡാനിയേൽ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല കുളത്തിങ്കൽ, എഴുത്തുകാരി അല്ലി ഫാത്തിമ, KMG ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ M ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉപ്പുതറ വളകോട് മത്തായിപ്പാറ സെന്റ് മാത്യൂസ് മാർത്തോമ ഇടവകയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. കാറൽ നൈറ്റ് എന്ന പേരിലാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ഉപ്പുതറ വളകോട് മത്തായിപ്പാറ സെന്റ് മാത്യൂസ് മാർത്തോമ ഇടവകയിൽ കാരൽ നൈറ്റ് എന്ന പേരിലാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. ഇടവക വികാരി ഫാദർ ജെയിംസ് കെ ജോൺ അധ്യക്ഷനായിരുന്നു. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശം ലോകത്തിന് നൽകിയതാണ് തിരുപ്പിറവിയെന്ന ഇവാഞ്ചലിസ്റ്റ് സജി മാത്യു ക്രിസ്തുമസ് സന്ദേശത്തിൽ പറഞ്ഞു. സുവിശേഷകൻ എബ്രഹാം ടി വർഗീസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗായക സംഘം ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിച്ചു. സൺഡേ സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കട്ടപ്പന മുളകരമേട് സെന്റ് മാർട്ടിൻ ഡി ഫോർട്ട് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ബിബിൻ ഇരട്ടച്ചിറ നേതൃത്വം നൽകി. KCYM അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് കരോൾ നൈറ്റ് സംഘടിപ്പിച്ചത്. നിർമ്മല സിറ്റി മുതൽ AKG പടി വരെയാണ് കരോൾ നടന്നത്. വാഹനത്തിൽ പ്രത്യേകം ഒരുക്കിയ പുൽക്കൂടും ക്രിസ്തുമസ് ഗാനങ്ങളുമായാണ് സംഘം എത്തിയത്. ദേവാലയത്തിന് മുമ്പിൽ സ്ഥാപിച്ച 10ഓളം സാന്താക്ലോസും വ്യത്യസ്തമായിരുന്നു. ക്രിസ്തുദേവന്റെ പിറവി തിരുനാളിനെ വരവേൽക്കുവാൻ ഒരുങ്ങി പീരുമേട് തോട്ടമേഖല. തോട്ടമേഖലയിലെ ക്രിസ്മസ് വിപണികളും സജീവമായിരുന്നു. ക്രിസ്തുമസിന്റെ തലേദിവസവും പീരുമേട്ടിലെ പ്രധാന ടൗണുകളിലെല്ലാം ക്രിസ്തുമസ് വിപണി സജീവമായിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലെ നക്ഷത്ര വിപണനങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായി. ഇലക്ട്രോണിക് നക്ഷത്രങ്ങളുടെ ആധിപത്യമായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി ക്രിസ്തുമസ് വിപണിയിൽ കണ്ടുവരുന്നത്. 100 രൂപയിൽ തുടങ്ങുന്ന ദീപാലങ്കൃതമായ വിവിധയിനം നക്ഷത്രങ്ങൾ വിപണി കൈയടക്കിയപ്പോൾ പഴയകാല പേപ്പർ നിർമ്മിത നക്ഷത്രങ്ങൾ കാണാനേ ഇല്ലായിരുന്നു. ക്രിസ്തുമസ് ആഘോഷവേളയിൽ ഒഴിച്ചുകൂടാനാവാത്ത കേക്ക് വിപണനവും തോട്ടം മേഖലയിൽ സജീവമായിരുന്നു. മത്സ്യ മാംസ വ്യാപാര സ്ഥാപനങ്ങളിലാണ് ക്രിസ്തുമസിന്റെ തലേദിവസവും
ഏറെ തിരക്കനുഭവപ്പെട്ടത്. എന്നാൽ അവശ്യ സാധനങ്ങളുടെ പൊതുവിപണിയിലെ വിലക്കയറ്റം തോട്ടം മേഖലയിലെ സാധാരണക്കാരുടെ ക്രിസ്തുമസ് ആഘോഷത്തിന് മങ്ങൽ ഏൽപ്പിക്കുന്നുണ്ട്. സപ്ലൈകോ പോലുള്ള പൊതുവിപണന കേന്ദ്രങ്ങളിൽ അവശ്യ സാധനങ്ങൾ എത്താതിരുന്നതും പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി. തോട്ടം മേഖലയിലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും ക്രിസ്തുമസ് വിപണി സജീവമായിരുന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കരുണാമയന്റെ കാരുണ്യ പ്രവൃത്തികളെ സ്മരിച്ച് നിരാലംബരായവർക്ക് സംയുക്ത കരോൾ ഗാനം പാടി സഹായമെത്തിക്കുകയാണ് സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടി എന്ന കൊച്ചു ഗ്രാമം. 5 വർഷമായി നാടാകെ ഒന്നിച്ച് കരോൾ പാടിക്കിട്ടുന്ന തുക നിർധനർക്കും ചികിത്സ തേടുന്നവർക്കും ഇവർ നൽകി വരുന്നു. മാങ്ങാത്തൊട്ടി എന്ന കൊച്ചു ഗ്രാമത്തിലെ കൂട്ടായ കരോൾ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. കാന്തിപ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം, മാങ്ങാത്തൊട്ടിയിലെ സെന്റ് ജോൺസ് CSI പള്ളി, സെന്റ് ജോൺസ് യാക്കോബായ ദേവാലയം എന്നിവയുടെ നേതൃത്വത്തിലാണ് സംയുക്ത കരോൾ സംഘടിപ്പിച്ചു വരുന്നത്. സമൂഹത്തിന് മാതൃക പകരുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്നതിനാൽ സമൂഹത്തിലെ നാനാ തുറകളിലുമുള്ളവരും ഈ ക്രിസ്തുമസ് ആഘോഷ പരിപാടികളുടെ ഭാഗമാകുന്നു. ഇത്തവണയും വിപുലമായ രീതിയിലാണ് കരോൾ നടന്നത്. താളമേളങ്ങളുടെയും ക്രിസ്തുമസ് ഗാനങ്ങളുടെയും അകമ്പടിയോടെ പാപ്പമാരും മാലാഖമാരും ആടിത്തിമിർത്തു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ പുണ്യപ്രവർത്തിക്കായി ഒത്തുചേർന്നു. ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ ഭൂജാതനായത് ലോകശാന്തിക്കും സമാധാനത്തിനും പുറമേ നിർധനർക്കും അശരണർക്കും തണലേകാനാണ്. ഈ സന്ദേശമാണ് മാങ്ങാത്തൊട്ടിയിലെ സംയുക്ത ക്രിസ്തുമസ് ആഘോഷ പരിപാടി പകർന്നു നൽകുന്നത്. താരകം 2023 എന്ന നാമകരണം ചെയ്ത ആഘോഷ പരിപാടിക്ക് ഫാദർ ജോസ് പുതിയപറമ്പിൽ, ഫാദർ ബാബു ചാത്തനാട്ട, റവറന്റ് ഒജെ മാണി, ഫാദർ ജോബി മാതാളിക്കുന്നേൽ, MJ കുര്യൻ, സുനിൽ പഴയപടിക്കൽ, ബോസ് പുൽപ്പറമ്പിൽ, സിബി ജോബ്രി, ജോസ് പൂത്തപ്പള്ളിയിൽ, ജോർജ് ആരംപള്ളിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമുണർത്തി ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. ലോകമെമ്പാടുമുള്ള ജനത ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി. പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ്. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളിയിൽ 2 സംസ്ഥാനങ്ങളും സംയുക്തമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിശോധന സംഘടിപ്പിച്ചു. പരിശോധന നടത്തിയത് കേരള പോലീസ്, എക്സൈസ്, തമിഴ്നാട് പോലീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ. തൊഴിൽ മേഖലയിലെ സ്തംഭനത്തെ തുടർന്ന് ബുദ്ധിമുട്ടിലായ സംസ്ഥാനത്തെ 5165 തൊഴിലാളികൾക്ക് 2000 രൂപ വീതം ഓണം ഉത്സവ ബത്ത നൽകാൻ സർക്കാർ ഉത്തരവായി. ഓണം ഉത്സവ ബത്ത അനുവദിച്ച് സർക്കാർ ഉത്തരവായത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെയും കയർ കശുവണ്ടി മേഖലയിലെ അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികളിലെയും പൂട്ടിയ ശേഷം 3 വർഷത്തിലധികം എസ്ഗ്രേഷ്യ ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾക്ക്. ഏക്കർ കണക്കിന് ഭൂമിയിലെ ഏലകൃഷി സമീപവാസികൾ കീടനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചതായി പരാതി. സമീപവാസികൾ കീടനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചത് പള്ളിവാസൽ പോതമേട് മുത്തുടി കോളനിയിലെ 77 വയസ്സുകാരി പുഷ്പകുമാരിയുടെ കൃഷിത്തോട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.